എന്നാ പറ്റി ചെറുക്കനെ പരസ്പര ബന്ധമില്ല അതാണല്ലോ സംസാരിക്കും. ചോരന്താ എവിടെ വയ്ക്കുന്നത്? ഞാൻ കണ്ടു അവനൊരു പരസ്പര ബന്ധമില്ലാതാ സംസാരിക്കുന്നത്. എന്നെ പറ്റി അവന് ജീവിതം നമ്മൾ വിചാരിക്കണ പോലെ അല്ലല്ലോ. നമ്മൾ വിചാരിക്കുന്നത് നാണോന്നില്ലല്ലോ. എന്നെ പറ്റി കാര്യം പറ. എന്തായാലും എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പരിഹരിച്ചു തരാൻ ഞാൻ. മുത്തുണ്ണനെ കൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. കുട്ടിയെ കൊടുത്തില്ല. ഇല്ല. അവൻ എന്നെ പറ്റി ഒരു പരസ്പര ബോധം ഇല്ലാതാണല്ലോ സംസാരിക്കുന്നത്. എന്നെ പറ്റി അവന് അതാണ് എന്റെ പ്രശ്നം. എങ്ങനെയാ സംസാരം മൊത്തം? എന്നെ പറ്റി തന്നെ അതറിയ ഞാൻ ഇങ്ങനെ മാനത്തേക്ക് നോക്കി നിൽക്കും. എന്റെ മുത്തുണ്ണ നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നേ. എന്നും പറഞ്ഞു ഞാൻ കൊണ്ടുപോകും. എന്തേലും പറഞ്ഞ് നമുക്ക് അവനെ ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്യാം. എന്തോ പ്രശ്നമുണ്ട് തോന്നിയില്ലേ? എന്റെ വൈഫാണ് ഇല്ലതാനും. ഞാൻ എങ്ങനെയാ വരുന്നേ? അല്ല ചന്ദനനെ കാണാറില്ലല്ലോ ഇപ്പൊ. ചന്ദന സ്വസ്ഥതയോടെ ഇരിക്കുമ്പോ അവിടെ പേരൊക്കെ പറയല്ലേ മനുഷ്യൻ ഒരുമാതിരി. ഞാൻ അവള് തമ്മിൽ വലിയ സുഖത്തിലൊന്നും അല്ല. ഞാൻ അവളെ അവിടെ വീട്ടിൽ പറഞ്ഞു വിട്ടു. എനിക്കിപ്പോ കുശുമ്പും കുന്നായ്മ കേൾക്കാത്തായിരുന്നു തലയ്ക്കും നല്ലൊരു സമാധാനം ഇല്ല. ചുമ്മാ ചറ എന്നും പറഞ്ഞു ഒരുമാതിരി മനുഷ്യന്റെ തല തിന്നു. എന്ത് ചെയ്യാൻ ഇങ്ങനത്തെ ഒക്കെ പെൺപിള്ളേര് ഒരു പണിയില്ലാണ്ട് ചുമ്മാ. എന്നെ പറയാനാ, ഞാൻ അവളെ ഡൈവേഴ്സ് ചെയ്താലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അയ്യോ അത് വേണ്ട, എന്തൊക്കെ പറഞ്ഞാലും പാവല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് ശോഭനയോട് ഒരു താല്പര്യമുണ്ട്. അയ്യോ ആണോ? ചെരുപ്പ് എടുക്കണോ? വേണ്ട, എന്തിനാ ബുദ്ധിമുട്ട്. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് ചെല്ല്. ഒത്തില്ല. ഒന്നാമത് തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പൊ ഇതുപോലത്തെ ഒരെണ്ണം. എന്നാലും എന്റെ സുഖു ചേച്ചി ഒന്ന് വിളിച്ച് തുറക്കുന്നില്ലല്ലോ. ചേച്ചി. ഹലോ ചേച്ചി, സന്തോഷ വാർത്തയുണ്ട്. എന്റെയും ചേച്ചീന്റെ ഒക്കെ കാത്തിരിപ്പിന് ഒരു അവസാനമായിട്ടുണ്ട്. നമ്മളെ മറ്റേ ഇവരുണ്ടല്ലോ, സുപ്ലു രണ്ടും ഒന്ന് തന്നെ. അവന് ഭ്രാന്താ ചേച്ചി. ഇന്നലെ അവനിപ്പോ പരസ്പര ബന്ധമില്ലാത്ത വർത്താനാ പറയുന്നത്. അതെന്താന്ന് എനിക്കറിയില്ല, എന്തോ ഉണ്ട്. ഈ അവസരം വെച്ചിട്ട് ഞാൻ രണ്ടുപേരെയും രണ്ട് പാത്രത്തിലാക്കും. തിരിച്ച് ഞാൻ വെട്ടിമാറ്റും. അവർക്ക് ഈ ഒരു മാസം കൊണ്ട് ഞാൻ അധികം വൈകാതെ ഡിവോഴ്സ് വാങ്ങിക്കൊടുക്കും, രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും. എന്താകുമെന്ന് നോക്ക്, എന്നിട്ട് എന്നോട് പറ. എന്താണ് ബ്രോക്കർ കാര്യം? എടോ, കാര്യങ്ങളൊക്കെ എന്താകുമെന്ന് നോക്കിട്ട് പറയാൻ. ആയിക്കോട്ടെ ചേച്ചി, ഒരു 500 രൂപ ഉണ്ടാവോ ഗൂഗിൾ പേ ചെയ്യാൻ? സോറി, എന്റെ സെർവർ ഡൗൺ ആണ്. കാശ് ചോദിക്കുമ്പോ സെർവർ ഡൗൺ. ഒന്നുമില്ല, ഞാനൊരു മനോഗതം പറഞ്ഞ. എന്റെ കാശൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ. എന്നാലും അവൻ എന്ത് പറ്റിയതായിരിക്കും? നമ്മുടെ സുബുന. അയ്യോ, എനിക്കും തോന്നി. അല്ല, ഭ്രാന്ത് തന്നെയാണ് അത്. ഭ്രാന്തിലും വെറൈറ്റികൾ. ഭ്രാന്തൊന്നുമല്ല, അവൻ എന്തോ ഒരു ചിന്തപ്പാട് കിട്ടിപ്പോയിട്ടുണ്ട് അവന്. ഞാൻ മെനഞ്ഞാന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ചോദിച്ചെന്താ, ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് വേണോ എന്ന്. അല്ല, അവൻ ഈ പരസ്പര ബന്ധമില്ലാതെ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അത് ആരെങ്കിലും, അതിനാണ് ഞങ്ങളവിടെയൊക്കെ ഭ്രാന്ത് എന്ന് പറയാ. ഒരു നെല്ലിക്കത്തളം വെച്ചാൽ ശരിയാവും. അതൊന്നും അല്ല കാര്യം. അവന് ഏതെങ്കിലും ഒരു കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനോ വല്ലതും കാണിക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു. ഈ അതിനൊന്നും കാണിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങളവിടെ നല്ലൊരു മന്ത്രവാദിയുണ്ട്, അയാളെ കാണിച്ചാൽ വല്ല ബാധയായിട്ടും കയറിയതായിരിക്കും. അതൊന്നും അല്ല. ഇതിപ്പോ അവനോട് സംസാരിക്കാൻ പറ്റുമോ? അവനോട് ഇക്കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ? അവിടെ പോണം, ബാധയുണ്ട്, ഒഴിപ്പിക്കണം എന്നൊക്കെ. പൊട്ടനാണ് അവൻ. അതായത് അവനോട് ഇതിങ്ങനെയൊന്നും. ഭ്രാന്തിൽ പല അവസ്ഥാന്തരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. തനിക്ക് അതൊക്കെ അറിവുണ്ടാവും. അല്ല, പറ, ഇതിനൊരു സൊല്യൂഷൻ പറ. അല്ല, ശോഭനമോക്ക് സങ്കടം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഉണ്ട്. അല്ല, എന്താണെങ്കിലും കാര്യം ശോഭനയോടൊന്നും പറയണം, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ മോശം. എന്തിനാ പറയുന്നത്? അവനിങ്ങനെ തേരാപ്പാര നാട്ടിൽ ഇപ്പൊ വീട് മാത്രമേ അറിയുന്നുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ നാട് മുഴുവൻ അറിയും. ഇവിടെ തനിക്ക് എന്താടോ? നിങ്ങൾക്കൊക്കെ ശമ്പളമൊക്കെ തരുന്ന അവനല്ലേ തരുന്നത്? കുമ്പളം എന്നെ കൊണ്ടേ അന്ന് വന്ന് കയറിയ സമയത്തെ അവൻ 7 പ്രാവശ്യം എന്നെ കുളിക്കാൻ വേണ്ടി പറഞ്ഞത്. അത് താൻ വൃത്തിയില്ലാണ്ട് നടക്കുന്നോണ്ട്. ഇവിടെ അതാണ് കാര്യം. എന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് മളമളാന്നാണ് അടിച്ച് കയറ്റുമല്ലോ.
ഇവിടെ തനിക്കുന്ന ഒരു സഹജീവി സ്നേഹമില്ലേ? എടാ അവനൊരു പ്രശ്നം വരുമ്പോൾ നമ്മളൊക്കെ അല്ലേ കൂടെ നിൽക്കണം. അവനിനി കേട്ട് കഴിഞ്ഞാൽ നമ്മളല്ലേ കൂടെ നിൽക്കേണ്ടത്. ബോധമില്ലാത്തവരാണ് കേൾക്കണത്. എന്തായാലും തനിക്കിപ്പോൾ അവനെ ഈ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ കൂടെ നിൽക്കാൻ പറ്റുമല്ലേ? അവനെ ബോധത്തോടു കൂടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പറ്റൂല. അത് ശരിയാണ്. അതിനിപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ അടുത്തൊരു ഉറക്കുളി ഉണ്ട്, അതങ്ങോട്ട് കൊടുത്തിട്ട് കൊണ്ടുപോയാലോ? ഉറക്കവിളിയേ? അല്ല, എത്ര നേരം ഉറങ്ങി കിട്ടും? അതൊരു 6-7 മണിക്കൂർ ഉറങ്ങി കിട്ടും. അല്ല, അതിപ്പം ഉണർന്നിരുന്നാലും കാര്യമില്ല, ഉറങ്ങിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഉറക്കവിളിയിൽ കാര്യമുണ്ട്. എത്ര നേരം ഉറങ്ങി കിട്ടും എന്നറിഞ്ഞിട്ട് വേണം അത് പ്ലാൻ ചെയ്യാൻ. എന്തായാലും ഒരു 8 മണിക്കൂർ 8 മണിക്കൂർ കിട്ടും. 8 മണിക്കൂർ കിട്ടുമെങ്കിൽ ഇവിടെ നിന്ന് കാണാൻ സെറ്റ് ചെയ്യാം. സ്പൂണുണ്ടോ കയ്യിൽ? സ്പൂണൊന്നുമില്ല, ഇനി സ്പൂണും വേണം. കുഴപ്പമില്ല. എടി എന്ത് വൃത്തിയുടെ അവിടെ താൻ കാണിക്കുന്നത്. തൻ്റെ കയ്യിലെ അണുക്കളും കൂടി ഇനി അവൻ്റെ വയറ്റിലോട്ട് ചെലുത്തില്ല. എടാ, താനൊന്ന് മനസ്സിലാക്കണം, നമുക്ക് ലക്ഷ്യമാണ് പ്രാധാന്യം, മാർഗമല്ല. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഉറങ്ങി കാണും. ഞാനല്ലേ ഗുളിക കൊടുത്തത്, ഉറങ്ങി കാണും. അത് നോക്കിയാലോ? എന്നാ നോക്കാം. ഞാൻ ഉണ്ടാക്കിയ സാമ്പാറും ഇഡ്ഡലിയും തൈരുവടക്കായി കിടക്കണേ. പിടിക്കണോ? എടാ മാമ പൊട്ട, കട്ടിലല്ല ഇവിടെ പിടിക്കേ. മോളെ മാമേ, ദൈവമേ, നിങ്ങളെ കൊണ്ടാണല്ലോ. അയ്യോ, മുടിഞ്ഞ വീച്ചാണല്ലോ ഈശ്വരാ. എടോ നല്ല പിടിക്കണോ, പിടിക്കണോ, എന്റെ മുൻകൈ അല്ല. അതാ അല്ല, പിന്നെ പിടിക്കാൻ പറയുന്ന സമയത്ത് പിടിക്കണ്ടേ? നമ്മളെന്തോ കലക്കി കൊടുത്തു. ബോധം വന്നല്ലോ. എന്തോ ചെയ്യുമായിരുന്നു? ഞങ്ങൾ ഒന്നുമില്ല. സുപ്രമോൻ ഒന്നുമില്ല. എനക്കെന്തെങ്കിലും തോന്നിയോ? ഞാനല്ലേ പെട്ടപ്പോയി കിടന്നല്ലേ. എനിക്ക് ഞാൻ ഇവിടെ വരെ എങ്ങനെ വന്നേ? അല്ല, ഇവിടെയല്ലേ എല്ലാത്തിനും കണ്ട തിങ്ങരാ. അവൻ എന്ത് തേങ്ങ അവിടെ കലക്കി കൊടുത്തേ? മോളെ ഗുളിക മാറിപ്പോയി മോളെ. ഞാൻ വരേന്റെ മരുന്ന് കഴിഞ്ഞ ആഴ്ച വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതായിരുന്നു കലക്കി കൊടുത്തത്. എന്തുവാടി, എന്നെ കൊല്ലാനാന്ന് നിനക്ക്? അല്ല പെരയിളക്കാൻ വല്ല ആയിരിക്കും. അല്ല, നീ ആരാ കൂടത്തായി ഷോളിയോ? അതല്ല, പിന്നെ സുബുവേ. സുബു ഇടയ്ക്കൊരു ഇങ്ങനെ വിഭ്രാന്തി, മാനസിക വിഭ്രാന്തി, ഒരു എന്തോ ഒരു തലയിൽ ചെറിയൊരു പ്രശ്നം പോലെ തോന്നി ഞങ്ങൾക്ക്. മന്ദബുദ്ധികളെ ഞാനൊരു ഷോർട്ട് ഫിലിമിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കാസ്റ്റിംഗ് കോൾ, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ കാണിക്കാൻ പറ്റിയ 3 നേരത്തെ വീഡിയോയും ഫോട്ടോസും അയച്ചു തരിക. തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രധാന നായകൻ നയിക്കുന്ന മൂവിൽ അവസരം. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. കുറേ നാളായിട്ട് ഡയറക്ഷനിലേക്ക് പിടിച്ചിരിക്കുമായിരുന്നു. ഇനി ഞാൻ എൻ്റെ നവരസം ഒന്ന് ഇറക്കി നോക്കിയാലോ. പിന്നെന്താ എന്നോട് പറയാണ്ടിരുന്നേ? അപ്പൊ നാച്ചുറൽ നിന്റെ ആ ഒരു സാധനം കൂടെ ക്യാപ്ചർ ചെയ്ത് കിട്ടൂലല്ലോ മുത്തേ. അപ്പൊ എനിക്കും അയക്കണ്ടായിരുന്നു, ഞാനും അയക്കില്ലായിരുന്നു. അതിനകത്ത് നാച്ചുറലി നിങ്ങളുടെ പോയല്ലോ എടുത്തു കഴിഞ്ഞപ്പോ. അഭിനയാണെങ്കിൽ അത് ഇത്തിരി ഓറായിപ്പോല്ലേ? അത് തന്നെ ശരിയാ. ഉണ്ടല്ലേ? ഹലോ സാർ. ഹലോ, സുബ്രഹ്മണ്യ അല്ലേ? ഓ അതെ അതെ, സുബ. ഒരു കാസ്റ്റിംഗ് കോളിന് ഒരു വീഡിയോ അയച്ചിട്ടില്ലായിരുന്നോ? അത് തന്നെ, എനിക്കറിയാം. വീഡിയോ എടുത്ത രീതിയും മേക്കിംഗ് ഒക്കെ രസമായിട്ടുണ്ട്. ഓ, അത് പിന്നെ ഞാനാണല്ലോ ചെയ്തത്. അതിനെ കുറിച്ച് എനിക്കറിയാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നു അതിനെ കുറിച്ച്. പറഞ്ഞോളൂ. അതാ ഞാൻ പറഞ്ഞത്. അപ്പം അതില് സുബുവിന്റെ കൂടെ അഭിനയിച്ചവരൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ വീട്ടിലുള്ളവരല്ലേ, അവരെല്ലാം സിനിമ ഞാനാണല്ലോ ഇവരെല്ലാം പഠിപ്പിക്കുകയോ ചെയ്തത്. അപ്പൊ അവർ ചെയ്യുമല്ലോ, സ്വാഭാവികം. അപ്പം സുബു ഒഴികെ ബാക്കി 3 പേരും അതിന് സെലക്ട് ആയിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ വിളിച്ചത്.